ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ പിണറായി വിജയനും കുടുംബവും താമസിക്കുന്ന വാടക വീടാണ്. അത് നേരത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം വാടകയ്ക്കെടുത്ത വീടാണ്. അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അത്യാവശ്യം വലിയ വീടാണ്. കുടുംബാംഗങ്ങളടക്കം അവിടെയുണ്ട്. പിണറായി വിജയൻ്റെ ഭാര്യ, ഒപ്പം മകൾ വീണ വിജയനാണ് ഈ വിഷയത്തിൽ ആരോപണ വിധേയയായ ആൾ. വീണ വിജയൻ ഏതാണ്ട് 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശശിധരൻ കർത്ത മാസപ്പടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അത് ചില അവിഹിത ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. നമുക്കറിയാം, കരിമണൽ വിഷയത്തിലടക്കം നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യവസായി കൂടിയാണ് കരിമണൽ കർത്ത എന്ന് വിളിക്കുന്ന ശശിധരൻ കർത്ത. അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില പേരുവിവരങ്ങൾ ഉണ്ടായിരുന്നതിൽ ഒന്ന് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ എന്ന് തന്നെയായിരുന്നു. അതിൽ വളരെ വ്യക്തമായി തന്നെ എഴുതിയ വിഷയമുണ്ടായിരുന്നു. പക്ഷേ ചില ഈ കോടതിയും മറ്റുമായി ആ കേസിൻ്റെ അന്വേഷണം എങ്ങനെ നീണ്ടുപോകുന്നതിനെതിരെയും BJP കേന്ദ്ര നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണത്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി കാര്യങ്ങൾ കടുപ്പിക്കുകയാണോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ അരുൺ പറഞ്ഞ അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ബേക്കറി ജംഗ്ഷനിലെ ഈ വീട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വീണ വിജയനെ ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുമ്പോൾ വളരെ വൈകാരികമായി പ്രതികരിച്ചിരുന്ന ഒരു നേതാവ് കൂടിയാണ് പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എന്നുകൂടി മനസ്സിലാക്കണം. അവിടെയാണ് മകളെ ചോദ്യം ചെയ്യുന്ന കാഴ്ച കൂടി അദ്ദേഹത്തിന് കാണേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. തെളിവുകളടക്കം ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ മാത്രമല്ല, 12 ഇടങ്ങളിൽ ഇതടക്കം റെയ്ഡുകൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിണറായിയുടെ കണ്ണൂരിലെ വീട്ടിലും സമാനമായ സാഹചര്യം ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ, കേന്ദ്ര സേനയുടെ ഉദ്യോഗസ്ഥരാണ്. ഇതിപ്പോൾ വണ്ടിയിൽ പാസ് ചെയ്തു പോയത് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ നടപടി നേരിട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. പിണറായിയുടെ ഗൺമാന്മാരിൽ ഒരാളാണ്, മുൻ ഗൺമാന്മാരിൽ ഒരാളാണ് ഇപ്പോൾ വണ്ടിയിൽ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. വേലും അരുണ്, അങ്ങോട്ടേക്ക് ആരെങ്കിലും നേതാക്കളോ ആരെങ്കിലും എത്തുന്നുണ്ടോ? എന്തെങ്കിലും ഇപ്പോൾ കേരള പോലീസിൻ്റെ സാന്നിധ്യം ഗേറ്റിന് വെളിയിൽ കാണാം. അതിനപ്പുറത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരും കേരള പോലീസിൽ നിന്ന് എത്തിയിട്ടില്ല. ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സുരക്ഷ ഒരുക്കാൻ വന്ന, അവരുടെ റെയ്ഡുകൾക്ക് സാധാരണ സുരക്ഷ ഒരുക്കുന്ന കേന്ദ്ര സേനയിലെ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടെ ഉള്ളത്. സാധാരണ പോലെ തന്നെ ഈ സ്വകാര്യ ടാക്സി വാഹനങ്ങളിലാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ പലപ്പോഴും ഇത്തരം പരിശോധനകൾക്ക് എത്തുന്നത്. അവർ അത്തരം വാഹനങ്ങൾ തന്നെയാണ് അവർ എപ്പോഴും എത്തിയിട്ടുള്ളത്. ആ വാഹനങ്ങൾ ഇതിന് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. പോലീസിന്റെ ഇവിടെ ഒരു പട്രോളിംഗ് വാഹനം, ഇവിടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു വാഹനം, ഇവിടെ കേരള പോലീസിന്റെ വാഹനം വന്നതൊഴിച്ചാൽ മറ്റ് ഒരു വാഹനവും അത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടില്ല. പൂർണ്ണമായും കേന്ദ്ര ഏജൻസികളുടെ ഒരു നീക്കമാണത്. തീർത്തും രഹസ്യാത്മകമായ ഒരു നീക്കം. അതുകൊണ്ട് തന്നെയാകാം സംസ്ഥാന പോലീസ് ഇത് അറിയാതെ പോയത്. ഏതായാലും അറിഞ്ഞാൽ പോലും കഴിഞ്ഞ സർക്കാർ ഉള്ളപ്പോഴുള്ള ഒരു അത്തരമൊരു സംരക്ഷണമൊന്നും സ്വാഭാവികമായും ഉണ്ടാകില്ല. ഏതായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ പുറത്തുണ്ട്. അകത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തുണ്ട്. അകത്ത് പരിശോധന നടക്കുന്നു. പിണറായി വിജയനെ നേരിട്ട് കേസുമായി ബന്ധപ്പെടുത്തുന്ന തെളിവുകളൊന്നും ഇതുവരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരെയാണ് അന്വേഷണമെന്ന നേരിട്ടുള്ള വ്യാഖ്യാനവും നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയില്ല. പക്ഷേ അദ്ദേഹം കൂടിയുള്ള വസതിയിൽ, അദ്ദേഹത്തിന്റെ മകൾ താമസിക്കുന്ന വസതിയിലാണ് ഇപ്പോൾ പരിശോധന. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ഈ പരിശോധന നടക്കുന്നത്. പിണറായി വിജയന്റെ മകളുമായി ബന്ധമുള്ള വീടുകൾ അടക്കമുള്ള സ്ഥലങ്ങളിലും അതുപോലെ KMRLന്റെ ഓഫീസിലുമൊക്കെയാണ് പരിശോധന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മാസപ്പടി കേസായിരിക്കാം എന്ന നിഗമനം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പ്രത്യേകിച്ച് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച അനുകൂല വിധി കൂടി അതിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഒരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ അത്തരമൊരു വാർത്താക്കുറിപ്പോ ഒന്നും ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഏതായാലും പിണറായി വിജയൻ വീട്ടിലുള്ളപ്പോൾ തന്നെയാണ് ഈ പരിശോധന നടക്കുന്നതാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും പരിശോധന തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വൈകാതെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും റെയ്ഡുണ്ട്. സ്വാഭാവികമായും വീണ വിജയനുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം പരിശോധന നടക്കുകയാണ്. അതുകൊണ്ടാകാം CPMന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബേപ്പൂർ MLA കൂടിയായ മുഹമ്മദ് റിയാസിന്റെ ബേപ്പൂരിലെ വീട്ടിലും റെയ്ഡ് നടക്കുന്നത്. വീണ വിജയനുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ട രേഖകൾ പരമാവധി ശേഖരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാകാം ഈ അന്വേഷണം. വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കേസാണ്. പക്ഷെ അപ്പോഴും അതിൽ അന്വേഷണം ഇത്തരത്തിലൊരു റെയ്ഡിലേക്കൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത് ഉദ്യോഗസ്ഥരെ CMR ഉദ്യോഗസ്ഥരെയൊക്കെ പലപ്പോഴും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പരിശോധന നടത്തിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വീണ വിജയന്റെ വീട്, അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ വസതികളിലേക്കൊക്കെ ഇത്തരത്തിലൊരു പരിശോധന പോകുന്നത് ഇത് ആദ്യമാണ്.
തീർച്ചയായും ഇന്ന് വെളുപ്പിനയോടുകൂടി പരിശോധന ആരംഭിച്ചുവെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പുലർച്ചയോടുകൂടി ഇ ഡി ഉദ്യോഗസ്ഥർ നേരം പുലരും മുൻപ് തന്നെ ഇ ഡി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി കതക് തട്ടി ഇവരെയൊക്കെ ഉണർത്തി പരിശോധന ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അരുൺ പുറത്തുവിടുന്ന വിവരമനുസരിച്ച് മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും ബേപ്പൂരിലെ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും സമാനമായ റെയ്ഡാണ്. അപ്പോൾ സംശയിക്കേണ്ട കാര്യമില്ല, ഇത് എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള റെയ്ഡാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നേരത്തെ തന്നെ അന്വേഷണത്തിൻ്റെ റഡാറിലാണ്, ഇ ഡിയുടെ റഡാറിലാണ് പിണറായി വിജയനും വീണ വിജയനും മറ്റും ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നടപടിക്രമത്തിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ കടക്കുന്നത് എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട നടപടിക്രമമാണ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അന്വേഷണത്തിൻ്റെ വഴികൾ നമ്മൾ നോക്കിയാൽ നിരവധി ആരോപണ വിധേയമായ ഒരു കേസാണ് എക്സാലോജി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.